ഫലമറിയാൻ 3 നാൾ മാത്രം ശേഷിക്കെ മുന്നണികളുടെ നെഞ്ചിടിപ്പേറുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തിയും കൂട്ടലും കിഴിക്കലും നടത്തി മെയ് 4-ലേക്കുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. എക്സിറ്റ് പോളുകൾ എതിരാണെങ്കിലും അനുകൂല ഘടകങ്ങൾ കണ്ടെത്തി വീണ്ടും ഭരണത്തിലെത്തുമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. എക്സിറ്റ് പോളുകളെ കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇത്തവണ മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളിലെല്ലാം 9-ന്റെയും 8-ന്റെയും 5-ന്റെയും 4-ന്റെയും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സിറ്റ് പോളുകളിൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF. ഇതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ സജീവമായി. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൊള്ളാവുന്നവരുണ്ടെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. എക്സിറ്റ് പോള് പൊതുവെ ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ ഒരു പോപ്പുലർ മൂഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ എക്സിറ്റ് പോളിൽ പറയുന്ന എണ്ണത്തിൽ ഒതുങ്ങില്ല. അതിനേക്കാൾ ഗണ്യമായ വർധനവ് സീറ്റുകളുടെ എണ്ണത്തിൽ UDFനുണ്ടാകും. അത് 4-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഒരിക്കലും ഘടകകക്ഷികൾ മറ്റൊരു കക്ഷിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ആ രീതിയാണ് RSP പിന്തുടരുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ആരായുകയാണെങ്കിൽ അന്നേരം പാർട്ടി കൂടി ചർച്ച ചെയ്ത് അതിനുള്ള എന്ത് അഭിപ്രായം പറയണമെന്ന് അന്നേരം തീരുമാനിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇനി വെറും 3 നാൾ മാത്രമാണ് ജനവിധി അറിയാൻ ശേഷിക്കുന്നത്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ എന്തു പറയുന്നു? ശ്രീജിത്ത്. ദിലീപ്, അടുത്ത തിങ്കളാഴ്ചയാണ് കേരളത്തിലെ നിയമസഭാ ഫലം പുറത്തു വരുന്നത്. രാവിലെ 8 മണിക്ക് മുതൽ ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ഏതാണ്ട് 12 മണിയോട് എടുത്തുമ്പോഴേക്കും കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ LDFന്റെയും UDFന്റെയും NDAയുടെയും ക്യാമ്പുകളിൽ കണക്കെടുപ്പുകൾ വളരെ സജീവമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകളും ഒന്നുകൂടി സജീവമായിട്ടുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ്. ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് കോൺഗ്രസിന്റെ നടപടിക്രമം. എന്നാൽ ഇന്നലെ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായം കോൺഗ്രസിനകത്ത് അലോസരമുണ്ടാക്കി. കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് എങ്ങനെയാണ് അഭിപ്രായം പറയുക എന്ന കാര്യം ആണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ വൈകുന്നേരത്തോടെ രമേശ് ചെന്നിത്തലയുടെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന AP അനിൽകുമാർ ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചതും മറ്റു ചില വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകിയിട്ടുണ്ട്. അതായത് VD സതീശിനേക്കാൾ താല്പര്യം KC അനുകൂലിക്കുന്നവർക്ക് രമേശ് ചെന്നിത്തലയുടെയാണ് എന്നൊരു വ്യാഖ്യാനത്തിനാണ് അത് ഇട നൽകിയത്. എന്തായാലും അത്തരം ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. എന്നാൽ ഇന്ന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി സ്ഥാനം എന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു ഇടപെട്ട അഭിപ്രായം പറയാൻ തങ്ങളില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ തങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ ആ ഘട്ടത്തിൽ പാർട്ടി തലത്തിൽ ആലോചിച്ച് അഭിപ്രായം പറയും എന്ന ഷിബു ബേബി ജോണിന്റെ പ്രതികരണത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചയിൽ RSP ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഷിബുവിന്റെ പ്രതികരണം. അഭിപ്രായം ചോദിക്കുന്ന ഘട്ടത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു അഭിപ്രായം പ്രകടിപ്പിച്ച് തങ്ങളൊരു വിവാദത്തിനില്ല എന്ന കാര്യമാണ് ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയത്. അത് ലീഗിന് കൂടിയുള്ള ഒരു സന്ദേശമായി തന്നെ കരുതപ്പെടുന്നു. ലീഗിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൂടിയാണ് ഷിബു ബേബി ജോണിന്റെ ഈ പ്രതികരണമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചയും ഒരു വശത്ത് നടക്കുന്നു. 11 മന്ത്രിമാർ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയാകും മറ്റു ചർച്ചകൾ നടക്കുക. സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പേരുകൾ പരിഗണിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങൾ സജീവമാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.